അസ്സലാമു അലൈക്കും. സെയ്റ വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ മുറ്റത്ത് പരിചിതമില്ലാത്തൊരു കാർ കിടപ്പുണ്ട്. ആരാണാവോ വിരുന്നുവെന്നോർത്തവൾ വണ്ടി പോർച്ചിൽ പാർക്ക് ചെയ്തിറങ്ങി. വരാന്തയും പിന്നിട്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നവരെ കണ്ടതും സെയ്റയുടെ കാലുകൾ തീക്കനലിൽ ചവിട്ടിയതുപോലെ പിൻവലിച്ചു. ഉടലാകെ വിറകൊണ്ടു. ആശ്രയത്തിനായി ചുറ്റും നോക്കി. വയ്യ, ഇനിയും വയ്യ. സെയ്റ ശക്തി സംഭരിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ അകത്തേക്ക് കയറി. മോളെ സെയ്റ. പക്ഷേ ആ ശബ്ദം അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഫൈസിയുടെ വാപ്പ. ഒരു കാലത്ത് സ്വന്തം വാപ്പയെപ്പോലെ കണ്ടതാണ്. കൂടെ ഫൈസിയുടെ സഹോദരി ഫാത്തിഹയും. ഉമ്മി മാത്രമാണ് വീട്ടിലുള്ളത്. ഉമ്മിയുടെ നേരെ നോക്കി. ഉമ്മി സാരമില്ലെന്ന ഭാവത്തിൽ കണ്ണടച്ച് കാണിച്ചു. സെയ്റ വാപ്പയ്ക്ക് അരികിലേക്ക് നീങ്ങി. സ്വന്തം ഉപ്പയുടെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ ഓർമ്മയിൽ എവിടെയുമില്ല. ആ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ച മനുഷ്യനാണ്. അവൾ അയാൾക്കരികിലായി നിന്നു. എന്താ മോളെ, മോൾക്ക് സുഖല്ലേ? സുഖം. സെയ്റയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് അവരെ കണ്ട വെപ്രാളം കൊണ്ട് വാക്കുകൾ കിട്ടാതെ അവൾ നിന്നു. ഫൈസിയുടെ വാപ്പ തന്നെ സംസാരിച്ചു തുടങ്ങി. മോളെ, ഞാൻ വന്നത് അടുത്ത മാസം ഞാൻ ഹജ്ജിന് പോവാണ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് പുറത്തു തരണം. അവർ എന്തിനാണ് വന്നതെന്ന് അറിഞ്ഞതും സെയ്റയ്ക്ക് സമാധാനമായി. ഇത്രയുള്ളൂ എന്ന് ആലോചിച്ചതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ ഉപ്പയുടെ സ്ഥാനമാണ് വാപ്പാക്ക്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഉപ്പയെ കണ്ട വലിയ ഓർമ്മ എനിക്കില്ല. എനിക്ക് വാപ്പയോട് ഒന്നുമില്ല, സ്നേഹമില്ലാതെ. യൂസുഫ് എഴുന്നേറ്റ് അവളുടെ തലയിൽ തലോടി. അയാളുടെ നെഞ്ചിലേക്ക് അവൾ ചേർന്ന് നിന്നു. വാപ്പയുടെ അധികാരത്തോടെ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. സെയ്റയുടെ കണ്ണുകൾ ഈറനായി. യൂസുഫിൻ്റെ കൺമുന്നിൽ മകൻ്റെ ഭാര്യയായി ആദ്യമായി വീട്ടിലേക്ക് മണവാട്ടിയായി കയറി വന്ന സെയ്റയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു വന്നു. ആദ്യമായി സെയ്റയെ കാണുന്നത് വിവാഹ വസ്ത്രത്തിൽ ഫൈസിയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സെയ്റയെയാണ്. ലജ്ജയോടെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫൈസിക്കൊപ്പം കടന്നു വന്നത് മരുമകളായല്ല, മകളായിരുന്നു. അങ്ങനെയാണ് കണ്ടതും സ്നേഹിച്ചതും. സ്നേഹത്തോടെ അല്ലാതെ അവൾ സംസാരിച്ചിട്ടില്ല. വാപ്പയോടുള്ള സ്നേഹവും ബഹുമാനവും എപ്പോഴും അവിടെ നിന്ന് ലഭിച്ചിരുന്നു. മക്കളെക്കാൾ കൂടുതൽ തന്നെ പരിഗണിച്ചിരുന്നു. കുറഞ്ഞ ദിവസത്തിൽ മാത്രം നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അവസാനം അവളെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം വരെ അയാളുടെ ഓർമ്മകളുടെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. സെയ്റ. ഫർഹാൻ്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്നും യൂസുഫിനെ തിരികെ വിളിച്ചത്. സെയ്റ വാപ്പയ്ക്ക് അരികിൽ നിന്ന് നീങ്ങി നിന്നു. ഫർഹാന് അവർ വന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അസ്സലാമു അലൈക്കും. യൂസുഫ് സലാം ചൊല്ലിക്കൊണ്ട് ഫർഹാൻ്റെ നേരെ കൈനീട്ടി. വ അലൈക്കും അസ്സലാം. അത്ര സുഖകരമല്ലാത്ത രീതിയിൽ ഫർഹാൻ സലാം മടക്കി. അവർ തമ്മിൽ പരസ്പരം വിഷമം വരുന്നത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു തരണം. അടുത്ത മാസം ഞാൻ ഹജ്ജിന് പോവാനിരിക്കുകയാണ്. അതാണല്ലോ ഈ വരവിൻ്റെ ഉദ്ദേശം. എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല. എല്ലാം നന്നായി നടക്കട്ടെ. മറക്കേണ്ടതും പൊറുക്കേണ്ടതും സെയ്റയാണ്, ഞങ്ങളല്ല എന്ന് പറഞ്ഞ് അവൻ ഉമ്മിക്കരികിലേക്ക് പോയി നിന്നു. ചായ കൊടുത്തോ അവർക്ക്? പതിയെ ചെവിയിൽ ചോദിച്ചു. ഇല്ലെന്ന് അവർ കണ്ടച്ച് കാണിച്ചു. ഫർഹാൻ കിച്ചണിലേക്ക് പോയി. പിറകെ ഉമ്മിയും ഇഷയും. സെയ്റ വാപ്പയ്ക്ക് അരികിൽ തന്നെ നിന്നു. ഫാത്തിഹ ഒന്നും മിണ്ടാതെ തറയിലേക്ക് നോക്കിയിരിക്കുകയാണ്. സെയ്റ അവൾക്കരികിലേക്ക് ഇരുന്നു. അവളുടെ ചുമലിലൂടെ കൈ തൊട്ടു. ഫാത്തിക്ക് സുഖാണോ? ഫാത്തിഹ കണ്ണുമേച്ച് അവളെ ഒന്ന് നോക്കി. മിണ്ടുമെന്ന് കരുതിയതല്ല. അടുത്തിരുന്ന് ചേർത്ത് പിടിച്ച് ചോദിക്കുന്ന സെയ്റയെ ആദ്യം കാണുന്ന പോലെ അവൾ നോക്കി. സെയ്റയെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഉമ്മയ്ക്കും ഫൈസിക്കും നിശബ്ദമായി കൂടെ നിന്നിട്ടുണ്ട്. കുറ്റബോധം തോന്നി തുടങ്ങിയത് സെയ്റയെക്കുറിച്ച് വാപ്പ വാത്തോരാതെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ്. ഉമ്മയും ഫൈസിയും അവളെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിരുന്നെങ്കിൽ സെയ്റയെ ഡൈവേഴ്സ് ചെയ്ത ശേഷമാണ് തോന്നി തുടങ്ങിയത്. വിവാഹം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സെയ്റ അനുഭവിച്ചതുപോലെ ഫാത്തിഹയ്ക്കും അനുഭവിക്കേണ്ടി വന്നു. ഭർത്താവിൻ്റെ ഉമ്മയായിരുന്നു വില്ലത്തി. 3-4 മാസം സഹിക്കേണ്ടി വന്നു. പിന്നെ ഭർത്താവിൻ്റെ കൂടെ ദുബായിക്ക് പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ആ 3 മാസം സെയ്റയെ ഓർക്കാതെ, അവളോട് ചെയ്തത് ഓർക്കാതെ കടന്നു പോയിട്ടില്ല. ഉമ്മ ചെയ്ത പാപത്തിൻ്റെ ഫലത്തിൻ്റെ ചെറുതായി തന്നെയും ബാധിച്ചു എന്നവൾക്ക് ആ 3 മാസം കൊണ്ട് ബോധ്യമായി. സുഖാണിത്ത, അവൾ പതിയെ പറഞ്ഞു. വിവാഹം കഴിഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നിനക്ക് സുഖല്ലേ എവിടെ? ആ, അൽഹംദുലില്ലാ. അങ്ങനെ പറയാനാണ് ഫാത്തിഹയ്ക്ക് തോന്നിയത്. മറ്റൊന്നും സെയ്റ അറിയേണ്ടെന്ന് അവൾ കരുതി. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വന്നാൽ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട ഗതികേടാണ് തനിക്കെന്ന് സെയ്റ അറിയേണ്ടെന്ന് കരുതി. അപ്പോഴേക്കും ഫർഹാനും ഇഷയും അവർക്ക് ചായയും പലഹാരങ്ങളും ഡൈനിങ് ടേബിളിൽ നിരത്തിയിരുന്നു.
ഫർഹാൻ തന്നെ കഴിക്കാനായി അവരെ വിളിക്കുകയും ചെയ്തു. തങ്ങളോട് മിണ്ടുമെന്ന് പോലും കരുതിയില്ല ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് കയറിയത്. മിണ്ടിയിട്ടൽ എന്ന് മാത്രമല്ല, വീട്ടിലേക്ക് ക്ഷണിച്ച് ആദിത്യ മര്യാദ കാണിച്ചു. യൂസുഫിന് ഫൈസിയോടും ഭാര്യ രഹിനയോടും കടുത്ത ദേഷ്യം തോന്നി. നല്ലൊരു കുടുംബത്തെ, നല്ലൊരു പെൺകുട്ടിയെ അവളുടെ മൂല്യമറിയാതെ ദ്രോഹിച്ചതിനും അപമാനിച്ചതിനും ഒടുക്കം വന്ന് പിരിഞ്ഞതിനും എല്ലാം. ചായയും കുടിച്ച് ഫർഹാനുമായി കുറച്ചുകൂടി സമയം സംസാരിച്ചു യൂസുഫ്. സംസാരിച്ചത് സേറയുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു. മറ്റൊരു വിവാഹം ആലോചിക്കുന്നു എന്നത് അയാളിൽ സന്തോഷം നിറച്ചു. എന്നും എപ്പോഴും സേറ സന്തോഷവതിയായിരിക്കണമെന്ന് അയാൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അറിയാതെ പോലും ഫൈസിയെക്കുറിച്ചോ അവരെ സേറയുടെ വീട്ടുകാരെക്കുറിച്ചോ സംസാരിച്ചില്ല. നിറഞ്ഞ മനസ്സോടെ യൂസുഫും ഫാത്തിഹയും യാത്ര പറഞ്ഞിറങ്ങി. പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കാൻ ആ കുടുംബം മുഴുവൻ മുറ്റത്ത് നിന്നിരുന്നു. യൂസുഫിൻ്റെ മനസ്സ് നിറഞ്ഞു. സേറയുടെ മുഖത്തെ സന്തോഷം എന്നും ഇതേപോലെ ഉണ്ടാകട്ടെ എന്ന് ഇരുവരും ആഗ്രഹിച്ചു. സേറയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി അവരുടെ വരവിൽ. ഒരിക്കലും ബാപ്പ വേദനിപ്പിച്ചിട്ടില്ല, കൂടെ നിന്നിട്ടേയുള്ളൂ. തന്നെ ഓർത്തതും കാണാൻ വന്നതും അവൾക്ക് ഒരുപാട് സന്തോഷം നൽകി. പിന്നീട് ആരും അവരുടെ വരവിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. സേറ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മനസ്സിൽ ഹൃദുവിൻ്റെ മുഖം നിറഞ്ഞു നിന്നു. 13 വയസ്സുള്ള പെൺകുട്ടി കടന്നുപോയ അതിഭീകരമായ ട്രോമയെക്കുറിച്ച് ആലോചിച്ച് അവൾ വിറകൊണ്ടു. എങ്ങനെയാവും അവൾ അതിജീവിച്ചിരിക്കുകയെന്ന് ആലോചിക്കെ അവൾക്ക് കരച്ചിൽ വന്നു. കണ്ണു നിറഞ്ഞ തൊണ്ടയിൽ കരച്ചിൽ നിറഞ്ഞു നിന്നു. ഹൃദുവിനെ കാണണമെന്നും അവളെ ചേർത്ത് പിടിക്കണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ടായി. പക്ഷെ എങ്ങനെയെന്നറിയില്ല. ഈ രാത്രി പുലരാതെ ഒന്നിനും സാധിക്കില്ലെന്നറിവിൽ കണ്ണുകൾ ഇറുക്കെ ചിമ്മി കിടന്നു. ഉറക്കം വന്നതേയില്ല. പിന്നെയും ഹൃദുവിനെ കാണണമെന്ന തോന്നൽ ശക്തമായതും സേറ എഴുന്നേറ്റ് മുറിയിൽ നടക്കാൻ തുടങ്ങി. പിന്നെ ഫോണിൽ പതിവായി കേൾക്കുന്ന ഗസൽ വെച്ച് ബെഡിൽ കണ്ണുകൾ അടച്ചു കിടന്നു. പതിയെ ആ സ്വപ്നം കൺമുന്നിൽ നിറഞ്ഞു വന്ന് ഒരിക്കൽ എത്തിപ്പെടാൻ പോകുന്ന വലിയ സ്വപ്നത്തിലേക്ക് അവൾ കണ്ണും മനസ്സും ചേർത്ത് വെച്ച് പതിയെ ഉറക്കം കണ്ണുകളെ തഴുകി. ഹൃദുവിൻ്റെ മുഖവും ഓർമ്മകളും എല്ലാം മാഞ്ഞുപോയി. സമാധാനം നിറഞ്ഞ കാഴ്ചകൾ മാത്രം. ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. സേറ സ്കൂൾ അവധിയായതിനാൽ വീട്ടിൽ തന്നെ ചിലവഴിച്ചു. ഉമ്മയോടൊപ്പം പാചകത്തിലും അടുക്കളത്തോട്ടത്തിലും സഹായിയായി കൂടിയും വായിച്ചും സമയം കളഞ്ഞു. ഓണത്തിന് ഹൃദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ സേറ തീരുമാനിച്ചിരുന്നു. ഉമ്മയോട് അതിനായി പോവുകയാണ് എന്ന് പറഞ്ഞ് വണ്ടിയുമായി അവൾ പുറത്തേക്ക് പോയി. മാളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് മാളിലേക്ക് നടന്നു. ഹൃദു നൃത്തം ചെയ്യുന്നത് പലപ്പോഴും കണ്ടതുകൊണ്ട് അവൾക്കൊരു ചിലങ്ക വാങ്ങി കൊടുക്കാമാണെന്ന് സൈറ കരുതിയത്. അത്തരമൊരു ഷോപ്പിൽ നിന്നും നല്ല ഭംഗിയുള്ള ചിലങ്ക ഭംഗിയായി പൊതിഞ്ഞു വാങ്ങി. ഷോപ്പിൽ നിന്നിറങ്ങുമ്പോൾ മുന്നിലുള്ള ആളെ കണ്ട് അവളുടെ കാലുകൾ ചലിക്കാൻ കൂടെ മറന്നു. ഫൈസി, കൂടെ ഒരു പെണ്ണും. സേറ ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു. കണ്ണുകൾ ഒന്നടച്ച് തുറഞ്ഞ ശേഷം മുന്നോട്ട് നടന്നു. ഇനിയും അവന് മുന്നിൽ തോൽക്കില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ. ഫൈസിയും അവളെ കണ്ടിരുന്നു. മുഖത്ത് പുച്ഛം നിറച്ച് അവൾക്കരികിലേക്ക് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് അവനും വന്നു. സേറ അവരെ കടന്നു പോകാൻ ശ്രമിച്ചു. കണ്ടിട്ടും കാണാത്തതുപോലെ ഉള്ളിൽ വല്ലാത്തൊരു വേദന നിറയുന്നുണ്ട്. അത് ഫൈസിയെ ഉപേക്ഷിച്ചതിനോ അവനെയോർത്തോ അല്ല, നടന്നു തീർത്ത വേദനിക്കുന്ന ഓർമ്മകളുടെ കുത്തിനോവിക്കൽ കൊണ്ടാണ്. കാര്യമുള്ള കണക്കെ കുത്തിനോവിക്കുന്ന ഓർമ്മകൾ കൊണ്ട് മാത്രം. ഫൈസി അവൾക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ മുന്നിലേക്ക് കയറി നിന്നു. തസ്നിക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? ഫൈസി കൂടെയുള്ള പെൺകുട്ടിയോട് ചോദിച്ചു. ഇല്ലെന്ന ഭാവത്തിൽ ആ കുട്ടി തല ചലിപ്പിച്ചു. ഇതാണ് സേറ ബാനു, എൻ്റെ ആദ്യ ഭാര്യ. പുച്ഛം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. സേറ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. നന്നേ മെലിഞ്ഞ് ആകർഷകമായ കണ്ണുകളും നീണ്ട മൂക്കും. ഫൈസിയുടെ അത്ര നിറമില്ല എങ്കിലും ആകർഷകമായ കണ്ണുകളിൽ പക്ഷെ നിരാശയോ വിഷാദമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവമാണ്. ഫൈസിയുടെ സ്നേഹം താങ്ങാൻ ഈ കുട്ടിക്ക് പറ്റുന്നുണ്ടാവില്ല എന്ന് ആരും പറയാതെ തന്നെ സേറയ്ക്ക് അറിയാമല്ലോ. അനുഭവിച്ചതിനേക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും. സേറയ്ക്ക് ആ കുട്ടിയോട് സ്നേഹം തോന്നി. ഒരിക്കൽ താൻ അനുഭവിച്ചത് ഇപ്പോൾ ഈ കുട്ടി. ഫൈസി മാറുന്നില്ലല്ലോ, കൂടെയുള്ളവരല്ലേ മാറുന്നല്ലോ. സേറയ്ക്ക് പകരം തസ്നി. സേറ അവളോട് പുഞ്ചിരിച്ചു. ശേഷം അവരെ മറികടന്നുപോയി. ഫൈസിക്ക് മറുപടി കൊടുക്കാൻ പോലും അവൾ ആഗ്രഹിച്ചില്ല. ഫൈസി സേറ പോയ വഴിയെ നോക്കി പല്ലു നെരിച്ചു. മുഴുത്തൊരു തെറിപ്പഴം അവൻ്റെ ചുണ്ടിൽ നിന്ന് പുറത്തു വന്നു. തസ്നിയുടെ കൈ അവൻ്റെ കൈകൾക്കിടയിൽ കിടന്ന് വിറകൊണ്ടു. പേടിയോടെ അവനെ നോക്കി. സേറയോടുള്ള ദേഷ്യം അവൻ്റെ മുഖത്ത് കാണാം. തസ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു.
വിവാഹം കഴിഞ്ഞ് 6 മാസമാകുന്നു. 6 വർഷം പോലെ 6 മാസങ്ങൾ അവൾക്ക് അനുഭവപ്പെട്ടു. രണ്ടാം വിവാഹമാണ്. ആദ്യ ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടു. 2 അനിയത്തിമാരാണ് തനിക്ക് താഴെ. വീട്ടിലെ അവസ്ഥയും മോശമാണ്. ഭർത്താവ് മരണപ്പെട്ട ഒരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പരിമിതികളുണ്ടായിരുന്നു. വീട്ടുകാർ കണ്ടെത്തിയ ബന്ധം, തങ്ങളെക്കാൾ ഉയർന്ന കുടുംബം, സാമ്പത്തിക സ്ഥിതി. വിവാഹം നടക്കാൻ മറ്റെന്ത് വേണം? ആദ്യ ഭാര്യയുടെ ദുർനടപ്പ് കാരണം ബന്ധം ഒഴിഞ്ഞു എന്നൊരു കഥയും. പെട്ടെന്ന് നിക്കാഹ് കഴിഞ്ഞു. ആർഭാടങ്ങൾ ഒന്നുമില്ലാതെ ഫൈസാൻ യൂസഫിൻ്റെ ഭാര്യയായി. പുതിയ ജീവിതം, ബന്ധുക്കൾ, അനുഭവങ്ങൾ എല്ലാം പുതിയതായിരുന്നു. തസ്നിക്ക് സഹിക്കാവുന്നതിൻ്റെ പരിധിയും കടന്ന ഫൈസിയുടെ ടോക്സിക് സ്നേഹം, അവൻ്റെ ദുശീലങ്ങൾ, ദേഷ്യം, കൂട്ടുകെട്ട്. സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത ആ സാധു പെൺകുട്ടി അവനെ സഹിച്ചും അനുസരിച്ചും അടിമയെപ്പോലെ അവൻ്റെ കൂടെ കഴിഞ്ഞു പോവുകയാണ്. കണ്ണു നിറച്ച് ഫൈസിക്കൊപ്പം യാത്രയാക്കുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് കണ്ട സന്തോഷം മകളുടെ ജീവിതം നന്നായിരിക്കുമെന്നുള്ള പ്രതീക്ഷയുടേതായിരുന്നു. ആ പ്രതീക്ഷയും സന്തോഷവും തല്ലിക്കൊടുത്താൻ അവളും ആഗ്രഹിച്ചില്ല. തൻ്റെ വിധി ഇതാകുമെന്ന് കരുതി ജീവിതം ജീവിച്ചു തീർക്കുന്നു ഫൈസിക്കൊപ്പം. പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴും സേറയുടെ മനസ്സ് ആ പെൺകുട്ടിയെ പറ്റിയാണ് ആലോചിച്ചത്. ആ കണ്ണുകൾ കണ്ടാൽ അറിയാം അവൾ അനുഭവിക്കുന്നത്, ഒരിക്കൽ താൻ അനുഭവിച്ചത്. വീട്ടിലെത്തിയെത്തും ആ മുഖവും കണ്ണുകളും അവളെ അത്സരപ്പെടുത്തി. ഉറക്കം കണ്ണിൽ തഴുകുന്നതുവരെയും അവളുടെ ചിന്ത അതുതന്നെയായിരുന്നു. തിരുവോണ ദിവസം സീറ നേരത്തെ തന്നെ റെഡിയായി ഇറങ്ങി. വെളുത്ത അനാർക്കലിയാണ് അവൾ ധരിച്ചത്. കണ്ണ് നന്നായി കാതിലിട്ട് മറ്റൊരു അലങ്കാരവും മുഖത്തില്ല. ഹൃദ അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കി അവൾ പുറപ്പെട്ടു. ഉമ്മയും ഫർഹാനും ഇഷയും കൂടെ ഇഷയുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാനായി പോകാനായി ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ഉച്ചയ്ക്ക് മുൻപേ സീറ ഹൃദ അയച്ച ലൊക്കേഷനിലെത്തി. നെസ്റ്റ്. വീടും ഗേറ്റും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. സീറ വണ്ടി മുറ്റത്തേക്കെടുത്തു. ഇരുനിലയിൽ കുഞ്ഞൊരു ഭംഗിയുള്ള വീട്. മുറ്റം ഒക്കെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. സീറയുടെ വണ്ടി കൂടാതെ മറ്റൊരു കാറും ഒരു സ്കൂട്ടിയും മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൽ ഭംഗിയായി പൂക്കളം ഇട്ടിട്ടുണ്ട്. സീറ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് വണ്ടി ലോക്ക് ചെയ്ത് കോളിംഗ് ബെൽ അടിക്കാനായി കൈനീട്ടിയതും ഋതു ഉമ്മറത്തേക്ക് വന്നു. മിസ്സിനെ കണ്ടതും അവൾക്ക് സന്തോഷമായി. ചിരിയോടെ സീറയ്ക്ക് അരികിലേക്ക് വന്നു. സീറ അവളെ ചേർത്ത് പിടിച്ചു. ഗിഫ്റ്റ് കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഋതു അവളെയും കൂട്ടി അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ ഋതുവിൻ്റെ ഫ്രണ്ട്സ് കുറച്ചുപേർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മിസ്സിനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ചിരിയോടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചോദിച്ചു അവർക്കിടയിൽ ഒരാളായിരുന്നു. അപ്പോഴേക്കും ഋതു അച്ചമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. അത് സീറയ്ക്ക് നൽകി. അവർ പരിചയഭാവത്തിൽ പുഞ്ചിരിച്ചു. ആഠിത്യമുള്ളൊരു 60-ന് മുകളിൽ പ്രായമുള്ളൊരു സുന്ദരി അച്ചമ്മയാണ് ഋതുവിൻ്റേത്. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞതും സീറ അച്ചമ്മയോടൊപ്പം പോയി. ഓപ്പൺ കിച്ചനും കടന്ന് വർക്ക് ഏരിയയിൽ സജ്ജീകരിച്ച കിച്ചണിൽ നിന്ന് സാമ്പാറിൻ്റെയും പ്രഥമൻ്റെയും അവിയലിൻ്റെയും ഒക്കെ മണം മൂക്കിലേക്ക് കയറുന്നുണ്ട്. വിഭവങ്ങളെല്ലാം ഒരുക്കി. അച്ചമ്മയും ബന്ധു രാധികയും എല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. അച്ചമ്മ സൈറയ്ക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ട് അവർക്കരികിൽ തന്നെ ഇരുന്നു. ഋതുവിൻ്റെ കൂട്ടുകാരുടെയും ചിരിയും സംസാരവും അകത്തേക്ക് കേൾക്കാം. അച്ചമ്മ ഇടയ്ക്ക് നേരിയതിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണൊപ്പുന്നത് കണ്ടതും സേറയ്ക്ക് ആകെ വിഷമമായി. ഋതുവിനെ ഓർത്താണ് ആ അമ്മ മനസ്സ് വേദനിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സേറ വീട് ഒന്ന് കാണാമെന്ന് കരുതി വീടാകെ ചുറ്റി നടന്നു. ഭംഗിയിൽ ഒരുക്കി വെച്ച വീടാണ്. നെസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഋതുവും അച്ഛനും അച്ചമ്മയും ഒത്തുള്ള ഫോട്ടോകളിലാണ് നിറയെ. ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ആരൊക്കെയോ സ്റ്റെയർ ഇറങ്ങി വരുന്നത് അവൾ അറിഞ്ഞു. അവർക്ക് മുന്നിൽ പെടണ്ടല്ലോ എന്ന് കരുതി സേറ മാറി നടക്കാൻ തുടങ്ങി. കേട്ട് പരിചയമുള്ള ശബ്ദം പോലെ തോന്നിയതും അവളുടെ കണ്ണുകൾ സ്റ്റെയറിലേക്ക് നീണ്ടു. ഗൗതമിനൊപ്പം ഇറങ്ങി വരുന്ന ആളെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു നോക്കി. ഗൗതമിനൊപ്പം റോഷൻ ഖാലിദ്. ഇരുവരും സംസാരിച്ചുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടലാണ്. ആത്മാവ് തൊട്ട ശബ്ദത്തിൻ്റെ ഉടമയെ അവൾ ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു. സത്യം പറഞ്ഞാൽ സേറ റോഷനെ മറന്നു തുടങ്ങിയിരുന്നു. റോഷനെ കണ്ട ശേഷമുള്ള 1-2 ദിവസം അവനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പിന്നെ പതിയെ മറ്റു തിരക്കുകൾക്കിടയിൽ അവനെ മറന്നു. ഇരുവരും സേറയെ കണ്ടില്ല. ഗൗതമിനോട് സംസാരിച്ചുകൊണ്ട് റോഷൻ്റെ നോട്ടം സ്റ്റെയറിന് താഴെ നിന്ന് തങ്ങളെ നോക്കുന്ന സേറയിലേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകളിലും അത്ഭുതം വിടർന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടൽ. ചിരിയോടെ അവളെ നോക്കി കൈവീശി. അവൾ പുഞ്ചിരിയോടെ നിന്നേയുള്ളൂ.
റോഷൻ കൈവീശുന്നത് കണ്ടാണ് ഗൗതം നോക്കുന്നത്. സേറയെ കണ്ടതും അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വെളിഞ്ഞു, കണ്ണുകളിൽ തിളക്കവും. ഇരുവരും ഒന്നിച്ച് അവൾക്കരികിലേക്ക് ചെല്ലാൻ ധൃതിപ്പെട്ട് സ്റ്റെയർ ഇറങ്ങി. സേറയും റോഷനും എങ്ങനെയാവും പരിചയമെന്ന ആലോചനയിലായിരുന്നു ഗൗതം. വാവ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്! സൈറയ്ക്ക് അരികിലേക്ക് ചെന്ന് റോഷൻ സന്തോഷത്തോടെ പറഞ്ഞു. മറുപടിയായി അവൾ പുഞ്ചിരിച്ചു. ഗൗതം ഇതൊക്കെ കണ്ട് ആകെ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇരുവരെയും നോക്കി. രണ്ടുപേരെയും മുഖം കണ്ടാൽ അറിയാം നേരത്തെ നല്ല പരിചയമുണ്ടെന്ന്. എന്താ, വന്നിട്ട് കുറേ സമയമായോ? ഗൗതം ആദിത്യ മര്യാദയോടെ അവളോട് ചോദിച്ചു. ആ, കുറച്ച് സമയമായി. അമ്മയെയും ഹൃദുവിനെയൊക്കെ കണ്ടു. റോഷൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സേറയെ അവൻ മറന്നിട്ടില്ലായിരുന്നു. കാണാൻ പിന്നെ സാധിച്ചില്ലെങ്കിലും എപ്പോഴും ഓർക്കും. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിൽ അവളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരാളെ അപ്രതീക്ഷിതമായി കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കി നിൽക്കില്ലേ, അതുപോലെ ഒരു അവസ്ഥയിലായിരുന്നു റോഷനും. റോഷനും സേറയും തമ്മിൽ എങ്ങനെയായിരിക്കും പരിചയമെന്നായിരുന്നു ഗൗതമിൻ്റെ ചിന്ത. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ അറിയാം? അത് മനസ്സിൽ വെക്കാതെ തുറന്ന് ചോദിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു കഥയാണ്, അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് റോഷൻ ചിരിച്ചു. ആ ചിരി സേറയുടെ ചുണ്ടിലും വിരിഞ്ഞു. അവളുടെ കണ്ണുകളും ഇടയ്ക്കിടെ റോഷനിലേക്ക് പാറി വീണു. റോഷൻ്റെ കണ്ണുകൾ അവളിലേക്കും. ഹൃദു കഴിക്കാൻ വന്ന് വിളിക്കും വരെ മൂവരും സംസാരിച്ചിരുന്നു. സംസാരിച്ചത് മുഴുവനും റോഷനും ഗൗതമുമാണ്. സൈറ കേൾവിക്കാരിയായി അവർക്കൊപ്പം ഇരുന്നതേയുള്ളൂ. വിഭവസമൃദ്ധമായ സദ്യ തന്നെ അച്ഛമ്മയും സഹായിക്കാൻ വന്ന ചേച്ചിയും കൂടി ഒരുക്കിയിരുന്നു. ഡൈനിങ് ഹാളിലെ തറയിൽ എല്ലാവരും വിലയിട്ട് സദ്യ വിളമ്പി. ആദ്യം ഹൃദവും കൂട്ടുകാരും ഇരുന്നു. കൂടെ സേറയും അവർക്കരികിലായി റോഷനും. ഗൗതം എല്ലാവർക്കും വിളമ്പിയ ശേഷം റോഷനരികിൽ പോയിരുന്നു. സേറ ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരുന്നു. ഇറക്കി റോഷൻ്റെ കണ്ണുകൾ അവൾക്ക് നേരെ നീണ്ടു. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റതും സേറ പോകാൻ തിരക്ക് കൂട്ടി. ഹൃദുവും അച്ചമ്മയും കുറച്ചു കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞതിനാൽ അവൾ പിന്നെയും ഹൃദുവിനും കുട്ടികൾക്കും ഒപ്പം ഇരുന്നു സംസാരിച്ചു തുടങ്ങി. റോഷന് അവളോട് സ്വസ്ഥമായൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവനത് ഗൗതമിനോട് പറയാനായി ഗൗതമിനെ അന്വേഷിച്ചു തന്നു. ഗൗതം ആ സമയം ബാൽക്കണിയിലായിരുന്നു. ഒരു കോൾ വന്നതുകൊണ്ട് സംസാരിച്ചു നിൽക്കുന്ന ഗൗതമിനരിലേക്ക് റോഷൻ ചെന്നു. റോഷനെ കണ്ടതും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗൗതം കോൾ കട്ടാക്കി. വാ, ഇരിക്ക് എന്ന് പറഞ്ഞ് റോഷനെയും ഗൗതം ഇരിക്കാൻ ക്ഷണിച്ചു. ബാൽക്കണിയിൽ ഇട്ട ചെയറിൽ റോഷനും ഇരുന്നു. എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ റോഷൻ വെപ്രാളപ്പെട്ടു. ഇരുവരും ഉച്ച സുഹൃത്തുക്കളാണ്. ഗൗതം നാടും വീടും ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് താമസം മാറിയ സമയത്ത് കിട്ടിയ കൂട്ടാണ് റോഷൻ. റോഷൻ്റെ വീട് പുതുക്കിപ്പണിയുന്ന സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത്. പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ആ ബന്ധം പിന്നീട് നല്ല സൗഹൃദത്തിലേക്ക് എത്തി. ഇരുവരും ജീവിതത്തിൽ പരസ്പരം തുറന്നു പറഞ്ഞ് ആശ്വാസം കണ്ടെത്തി. ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ മറ്റേയാൾ താങ്ങായി. എങ്ങനെ ഇരുവർക്കുമിടയിൽ ശക്തമായൊരു സൗഹൃദമുണ്ടായിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? ഗൗതം സംസാരിച്ചു തുടങ്ങി. റോഷൻ എന്തോ പറയാനുണ്ടെന്ന് അവൻ്റെ വരവ് കണ്ടപ്പോഴേ ഗൗതം ഊഹിച്ചു. ഞാനൊരു കുട്ടിയെ കാണാൻ പോയ കാര്യം പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? ആ, പറഞ്ഞിരുന്നു. അന്ന് കോഫി ഷോപ്പിൽ പോയി കണ്ട ആ കുട്ടിയുടെ കാര്യമല്ലേ? ഇപ്പോൾ ഓർമ്മ വന്നു. ആ കുട്ടിക്ക് എന്ത് പറ്റിയടാ? അവൾക്കൊന്നും പറ്റിയില്ലടാ. ഈ സൈറയെയാണ് അന്ന് ഞാൻ കാണാൻ പോയതും സംസാരിച്ചതും. ഗൗതം അവിശ്വസനീയതയോടെ റോഷനെ നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ വരട്ടെ. അതാണല്ലേ നിന്റെ കണ്ണ് സൈറയുടെ നേരെ പോയത്? റോഷൻ ഒന്നും മിണ്ടാതെ കൈ കണ്ണിന് മുകളിൽ വെച്ച് ചെയറിൽ ചാരിക്കിടന്നു. ഗൗതം അവനോട് ചെയർ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അസ്ഥിക്ക് പിടിച്ചു പോയ പോലെയുണ്ടല്ലോ. റോഷൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മതിയായിരുന്നു അവൻ സൈറയെ പ്രണയിച്ചു തുടങ്ങിയെന്ന് ഗൗതമിന് മനസ്സിലാക്കാൻ. അവൻ്റെ ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരി വിരിഞ്ഞു. ഉള്ളിലെവിടെയോ ഒരു കൊളുത്തിപ്പിടുത്തം പോലെ. റോഷൻ കണ്ണു തുറക്കുമ്പോൾ ആലോചനയോടെ ഇരിക്കുന്ന ഗൗതമിനെയാണ് കാണുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഗൗതമിൻ്റെ തോളിൽ തട്ടിക്കൊണ്ടാണ് റോഷൻ ചോദിച്ചത്. നീ കാര്യം പറഞ്ഞില്ലല്ലോ. മറു ചോദ്യമാണ് ഗൗതം ചോദിച്ചത്. അത് എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എൻ്റെ സമ്മതം എന്തിനാടാ? നീ പോയി സംസാരിക്ക്. റോഷൻ കൃത്രിമ ദേഷ്യത്തോടെ ഗൗതമിനെ നോക്കി. മനസ്സിലായടാ, നിനക്ക് അവളോട് സ്വസ്ഥമായി സംസാരിക്കാൻ ഞാൻ സഹായിക്കണം അല്ലേ? അതേ എന്നർത്ഥത്തിൽ റോഷൻ തല ചനിപ്പിച്ചു. കാമുകൻ ഇവിടെ ഇരി, ഞാൻ പോയി സൈറയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. റോഷൻ തല്ലാനായി കൈ ഉയർത്തുമ്പോഴേക്കും ഗൗതം എഴുന്നേറ്റ് നടന്നിരുന്നു. റോഷൻ ചിരിയോടെ ചെയറിലേക്ക് ചാരിയിരുന്നു. അതേസമയം ഗൗതമിൻ്റെ മനസ്സാകെ അസ്വസ്ഥതപ്പെട്ടു. മനസ്സിൽ എവിടെയോ സൈറയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഷൻ അവനെ സഹായിക്കാതിരിക്കാൻ വയ്യ.
ഈ നഗരത്തിൽ എത്തിയ ശേഷമുള്ള ഏക സുഹൃത്ത് അവൻ മാത്രമാണെന്ന് പറയാം. ആകെ ആത്മബന്ധമുള്ള കൂട്ട്. അവനു വേണ്ടി മനസ്സിൽ തോന്നിയത് ആരും അറിയാതെ അവിടെ ഇരിക്കട്ടെ എന്നുറപ്പിച്ച് സൈറയ്ക്ക് അരികിലേക്ക് നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്യണേ.